കൊല്ലത്ത് നിന്ന് കാണാതായ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കണ്ടെത്തി. കിളിക്കൊല്ലൂർ സ്വദേശിയുടെ മൃതദേഹമാണ് വീടിന് സമീപത്തെ റെയിൽവേ ഓടയിൽ നിന്ന് കണ്ടെത്തിയത്. കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുള്ളുണ്ട്. ഷമീർ, ഇന്നലെ മുതൽ ഈ കുട്ടിയെ കാണാതായിരുന്നു, തിരച്ചിൽ നടന്നു വരികയായിരുന്നു. ഇപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. പോലീസ് എന്താണ് പറയുന്നത്? അരുണ്യ, ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പാണ് ഈ കുട്ടിയുടെ മൃതദേഹം ഇത്തരത്തിൽ ഈ റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള ഓടയുടെ ഉള്ളിൽ വെള്ളത്തിൽ പൊങ്ങിയ നിലയിൽ കാണപ്പെട്ടത്. എന്തായാലും ഈ മൃതദേഹത്തിന് ഈ പറയുന്ന പോലെ കഴിഞ്ഞ ദിവസമാണ് ഈ കുട്ടിയെ കാണാതാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ കിളികൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു. നെഹ സുരേഷിന് 17 വയസ്സ് മാത്രമാണ് പ്രായം. ഏത് സാഹചര്യത്തിലാണ് ഈ കുട്ടി ഇത്തരത്തിൽ ഈ ഓടയിൽ അകപ്പെട്ടത്? അതൊരു വലിയ കുന്നിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഭാഗമാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ കുട്ടി കാൽ വഴുതി ഇത്തരത്തിൽ ഈ ഓടയിലേക്ക് വീണതാണോ, അതോ മറ്റെന്തെങ്കിലും ആരെങ്കിലും അപായപ്പെടുത്തിയാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും പ്രാഥമികമായി പോലീസ് ഇപ്പോൾ അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാമെന്ന് പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുക്കുക. ഇനി മറ്റെന്തെങ്കിലും സാധ്യത, ഈ കുട്ടിയെ ആരെങ്കിലും അപായപ്പെടുത്തിയതാണ്, മറ്റു വിവരങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ പോലീസ് പറയുന്നത് ഈ കുട്ടി ഏതെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ട് കാൽവഴുതിയാങ്ങണം ഇത്തരത്തിൽ ഈ ഒരു ഓടയിലേക്ക് പതിച്ചതാകാം എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും എല്ലാ സാധ്യതകളും പരിശോധിച്ചുള്ള ഒരു അന്വേഷണം ഇതിലുണ്ടാകുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കൊല്ലം ACP ഷെരീഫിന് നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്നത്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോലീസ് ഇതിലൊരു കൃത്യത പറയാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അരുണ്യ, അതാണ് കൊല്ലത്ത് കിളികൊല്ലൂർ സ്വദേശിയായിട്ടുള്ള 17 വയസ്സുകാരി വിദ്യാർത്ഥിയുടെ മൃതദേഹമാണ് റെയിൽവേ ട്രാക്കിന് സമീപത്തെ ഓടയിൽ നിന്ന് കണ്ടെത്തിയത്. പോലീസ് പരിശോധന നടത്തിവരികയാണ്. ഷമീർ അബ്ദുള്ളാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്.